അതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിന്റെ ആ വേഷം പേർക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ മിനിമം നിങ്ങൾ ഇതൊക്കെ പഠിക്കും ഗ്രഹിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഈ ഘോരഘോരമായി നീട്ടി വലിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പാട്ടും പാടി പ്രസംഗിച്ച് വന്നു നടത്തുന്ന ഉസ്താക്കന്മാർക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ മനുഷ്യന്മാരെ മുസ്ലിമുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടെ ഞാൻ പറയാം. ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കൊള്ളേ അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്നത് ഒരു ഇരുതല മൂരിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വാള്. ഒരു നിമിഷം കൊണ്ട് ഒരാളെ താരമാക്കാനും അടുത്ത നിമിഷം അയാളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചു കീറി ഇട്ട് കൊടുക്കാനും സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. മദ്രസയിൽ പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെയൊക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നും. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായി മാനസികമായി പൂർണ്ണമായും തകർന്നു പോയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഒരു നേരം പോലും ഇരിക്കുന്നില്ല. ലൈക്ക് എനിക്കറിയില്ല, ഞങ്ങള് ഇതിന്റെ തന്നെ ചർച്ച ചെയ്ത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ആങ്കറായ ഹാജിറ ആൽസൺ, പിന്നെ പ്രമുഖ നടനായ കൊല്ലം തുളസി, അതുപോലെ തന്നെ അൻസാരി ഉസ്താദ് എന്നിവർക്കിടയിൽ നടന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് എന്റെ അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്ത് അദ്ദേഹം വിട്ടത് അത് തെറ്റ് തന്നെയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറേ, ബിഗ് സല്യൂട്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഈ ഒരു വിഷയം കേവലം ഒരു വിവാദം എന്നതിലുപരി നമ്മൾ പലതും ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ആ ഒരു വിവാദത്തിന്റെ തുടക്കം, അതായത് എല്ലാത്തിന്റെ തുടക്കം ജിഹാദി എന്ന ഒരൊറ്റ വാക്കിൽ നിന്നാണ്. മുമ്പ് നടൻ ടിനിറ്റോ മൻസിബയെ ജിഹാദി എന്ന് വിളിച്ച ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ. അതിന്റെ പശ്ചാത്തലത്തിൽ ഹാജിറ നടൻ കൊല്ലം തുളസിയുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ ആ ഒരു വിഷയം കടന്നു വരികയും എന്താണ് ജിഹാദി എന്ന് ഹാജിറ ചോദിക്കുകയും ചെയ്തു. അതിന് കൊല്ലം തുളസി വളരെ വ്യക്തവും മനോഹരവുമായ ഒരു മറുപടി നൽകുകയും ചെയ്തു. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ടിനി ചേട്ടൻ അൻസിബയെ വിളിച്ചു എന്നാണ് പരാമർശിക്കുന്നത്. അതിന് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ചേട്ടൻ, കാരണം അത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വാക്ക്. ഈ ചേട്ടൻ ഈ ചേച്ചി എന്ത് വിളിച്ചെന്നാ കുട്ടി കേട്ടത്? ഞാൻ കേട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടത് ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി, കുട്ടി ഒരു മുസ്ലിം അല്ലേ? അതെ. എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷ മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുറാൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹത്തുക്കളോട്, മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദ്. മഹാത്മാഗാന്ധി, നെഹ്റുവും പോലുള്ളവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതുപോലും ഒരു തരത്തിൽ ജിഹാദാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ വ്യക്തമായാണ് അദ്ദേഹം ആ വാക്കിന്റെ അർത്ഥം അവിടെ പറഞ്ഞു വെച്ചത്. എന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടെയല്ല. അൻസാരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വീഡിയോയുമായി അവിടെ എത്തി. അവതാരികയായ ഹാജിറയ്ക്ക് നേരെയുള്ളതായിരുന്നു ആ ഒരു വീഡിയോ. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഇസ്ലാം മതവിശ്വാസിയായ ഒരു പെൺകുട്ടി ജിഹാദ് എന്താണെന്ന് അറിയില്ല എന്നും എന്നാൽ മദ്രസയിൽ പോയിട്ടില്ലാത്ത ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത കൊല്ലം തുളസിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടെന്നും പറഞ്ഞ് ഉസ്താദ് ഹാജിറയെ രൂക്ഷമായി പരിഹസിച്ചു. മദ്രസയിൽ പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെയൊക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നും. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ. എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ, അവിടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പം ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം, അതിന്റെ ഉത്സാരം അകക്കാമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT, ജെമിനിയുടെ ചോദിച്ചാലേ കിട്ടൂലേ. എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? നീ ഇപ്പൊ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാർ, അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂന്ന് ഒന്ന് കേട്ടു. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷ മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുറാൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാൻ മഹത്തുക്കളോട്, മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇതില്ലേ, അവരെ രക്ഷിച്ചെത്തിയില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റുമോ?
അവരുടെ ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദികൾ. മനസ്സിലാകും. അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷന്മാർ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്ന് പറഞ്ഞ തീവ്രവാദമല്ല, തീവ്രവാദികളെയോ അല്ല, അത് ആദ്യം തിരുത്തണം. അപ്പൊ അതാണ് ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യന്റെ സമീപകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് നടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എടാ, ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്ക് ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പൊ കൊല്ലം തുളസി സാറ്, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിന്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച് അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറേ, ബിഗ് സല്യൂട്ട്. അതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിന്റെ ആ വേഷം പേർക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ പഠിക്കും ഗ്രഹിക്കും എന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ള ഒരു ഒത്തുപിടിപ്പിക്കുന്ന അവസ്ഥയായി. സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ അവളുടെ അറിവില്ലായ്മയെ ചൂണ്ടിക്കാണിച്ച് സമൂഹ മാധ്യമത്തിൽ അപമാനിക്കുകയാണ് അദ്ദേഹം അവിടെ ചെയ്തത്. ഇതിൽ പരാമർശിക്കുന്ന ഈ ലിബ്യായ ഇന്റർവ്യൂറില്ലേ, അത് ഞാൻ തന്നെയാണ്. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഒരു സ്ഥാനം കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പരദൂഷണം പറയാനോ, പ്രത്യേകിച്ച് ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കണ്ടാൽ അദ്ദേഹം ഖുർആൻ മൊത്തമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. എനിക്കറിയില്ല, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെ അറിവില്ലായ്മയോ കളിയാക്കാനോ പുച്ഛിക്കാനോ അയാൾ എന്ത് മുസ്ലിം അത് ചോദിക്കാനോ ഒരാൾക്കും ഇസ്ലാമിൽ റൈറ്റ്സ് ഇല്ല. ഒരാളുടെ വിശ്വാസം അത് അവരുടെ മാത്രമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂയുടെ ഇടയിൽ എനിക്ക് ഇപ്പൊ റീസെന്റ് കൊല്ലം തുളസി സാറായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ജിഹാദി എന്നൊരു വാക്ക് പറയുകയും അതിന്റെ അർത്ഥം ചോദിക്കുകയും അത് ഞാൻ തെറ്റായി പറയുകയും ചെയ്തു. ആ ഒരു കാര്യം ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഞാൻ ഇത് വായിച്ചിട്ടാണ് പറഞ്ഞതും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്ന ഒരു അറിവിനെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് എന്നിട്ട് ഇതൊന്നല്ല ജിഹാദി, ഇങ്ങനെയല്ല ജിഹാദി എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിവില്ലാത്തൊരു സാധനം അദ്ദേഹം പറഞ്ഞതും ഞാൻ അത് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര യൂസ് ചെയ്തിരുന്നു. ഈ അസോസിയേഷൻ ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് ഈ പറയുന്ന ഉസ്താദ്മാരെന്ന് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ രണ്ടാൾക്കാരാണ്. ഇദ്ദേഹം ഈ ജിഹാദി എന്താണെന്നുള്ളത് സമൂഹത്തോട് ക്ലിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം തുളസി സാർ പറഞ്ഞ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോൾ എത്ര ഉസ്താദന്മാർ ജിഹാദി എന്താന്ന് പ്രോപ്പർ ആയിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കൂടെ ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കൾ ആ സമയത്ത് ക്യാമറാമാനായിട്ടും ഒക്കെ എന്റെ ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന പല മുസ്ലിംസിനും ജിഹാദി എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് എല്ലാവരും പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ ഖുർആനിൽ തന്നെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യനായാൽ തെറ്റ് ചെയ്യും എന്നുള്ളത്. അള്ളാഹു അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്തൊരു തെറ്റിനെ ഉസ്താദ് ഇപ്പൊ കളിയാക്കുകയല്ലേ ചെയ്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലാത്തതും കൂടെ പറഞ്ഞുതരാം. ആ സമയത്ത് ആ സ്പോട്ടിലാണ് അദ്ദേഹത്തിന് ജിഹാദി എന്താണ് സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുന്ന രീതിയിൽ ആ ക്വസ്റ്റൻ ഒന്ന് വരുവാണെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറയാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനത് ചോദിച്ചത്. അദ്ദേഹത്തിന് അത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ട് എന്താണ് ജിഹാദി എന്നുള്ളത് പ്രോപ്പർ ആയിട്ട്. അത് ഞാൻ ചോദിച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇപ്പൊ തലേന്നാണ് നമുക്ക് ഗസ് ആരാന്ന് അങ്ങനെ വരികയാണെങ്കിൽ പോലും എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരാവുന്നതൊന്നല്ല. അപ്പോൾ എന്റെ പരിമിതമായ അറിവിൽ ആ സമയത്ത് എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം എന്താ ജിഹാദി എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കിയ സമയത്ത് എനിക്ക് ഗൂഗിളിൽ കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ ഇത് നേരത്തെ കരുതി കൂട്ടി പോയി പ്ലാൻ ചെയ്ത ഒരു ടോപ്പിക്കോ ഡിസ്കഷൻ ടോപ്പിക്കോ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തിന് പറയാം, ഓക്കെ കൊല്ലം തുളസി സാർ പറഞ്ഞ ഈ ഒരു കാര്യം കറക്റ്റ് ആണ്, ഇതാണ് ശരിക്കും ജിഹാദി എന്നും പറയാം. അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കളിയാക്കിയിട്ടോ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയെ കളിയാക്കിയിട്ടോ അല്ല. ഞാൻ എന്ത് മുസ്ലിമാന്ന് ചോദിച്ചാൽ അത് ഞാനും പഠിച്ചോണ്ടും തമ്മിൽ എന്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യേണ്ട. ഞങ്ങൾ തമ്മിലുള്ള ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ തെറ്റുന്ന എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല, എല്ലാ മനുഷ്യർക്കും എല്ലാം അറിയുകയില്ല. ഈ ഘോരമായി നീട്ടി വലിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പാട്ടും പാടി പ്രസംഗിച്ച് വധു നടത്തുന്ന ഉസ്താക്കന്മാർക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ മനുഷ്യന്മാരെ മുസ്ലിമുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടെ ഞാൻ പറയാം. ഉസ്താദിന്റെ വിടയും അതിനുശേഷം വന്ന സൈബർ അറ്റാക്കും ഹാജിറയെ വല്ലാതെ തളർത്തി കളഞ്ഞു. എനിക്ക് അൻസാരി സൂരി എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ്, നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് തരാം. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിലെ സെലിബ്രിറ്റി ഇന്റർവ്യൂറാണ്. ഞാനൊരു 3-4 ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട് ഐ എം സഫറിങ് എ ലോട്ട്. എൻ്റെ ജോലി വരെ ഇത് കാരണം എനിക്കറിയില്ല. ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഒരു നേരം പോലും ഇരിക്കുന്നില്ല. ലൈക്ക് എനിക്കറിയില്ല, ഇതിന്റെ തന്നെ ചർച്ച പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ഒരു കുട്ടി അതിനെതിരെ പ്രതികരിച്ചത്. ദിവസങ്ങളായി താൻ ഉറങ്ങിയിട്ടില്ല എന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നും സ്വന്തം ഭർത്താവിനോടൊപ്പം ഒരു നിമിഷം പോലും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവൾക്ക് തന്റെ ജോലി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണെന്നും
ആ ഒരു പെൺകുട്ടി പറയുമ്പോൾ സൈബർ ലോകത്തെ ക്രൂരമായ മുഖമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഗുരുവോ ഉസ്താദോ ചെയ്യേണ്ട ഒന്നാണോ ഇത്? അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഒരു ഗുരുവിന്റെ അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ കടമ. അതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിന്റെ ആ വേഷം പേർക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ പഠിക്കും ഗ്രഹിക്കുന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതിപ്പം മുല്ലാക്കാനെ ബാക്കിയുള്ളവർ ഒത്തുപിടിപ്പിക്കുന്ന അവസ്ഥയായി. ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റ് പറ്റിയാൽ അവരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. അവരെ വിളിച്ച് ശരിയായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അൻസാരി ഉസ്താദ് ഹാജരയെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വഷളാകില്ലായിരുന്നു. വ്യൂസിനും റീച്ചിനും വേണ്ടി സ്വന്തം സമുദായത്തിലെ ഒരു കുട്ടിയെ സൈബർ ഗുണ്ടകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് തികച്ചും മോശമാണ്. ആ ഒരു വിഷയത്തിൽ കൊല്ലം തുളസി സാറും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് ഞാനിത് പ്രതികരിക്കുന്നില്ല. പിന്നെ കുട്ടി ഇപ്പം ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂ ഒരു ചെറിയ വീഡിയോ ഞാനുമായിട്ട് സംസാരിച്ചു. അത് എൻ്റെ അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്ത് അദ്ദേഹം ഇട്ടത് അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏകദേശമൊക്കെ മനസ്സിലായി എനിക്ക്. ഞാനിനി കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ തനിക്ക് പ്രായമായെന്നും കൂടുതൽ വിവാദത്തിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം അവിടെ കൂട്ടിച്ചേർത്തു. ഇവിടെ കൊല്ലം തുളസി സാർ കാണിച്ച ഒരു പക്വതയും മാന്യതയും പോലും അൻസാരി ഉസ്താദ് കാണിച്ചിട്ടില്ല എന്നത് സങ്കടകരമാണ്. അറിവില്ലായ്മ എന്നത് ഒരു തെറ്റല്ല, അത് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് തെറ്റ്. ഹാജർ അവിടെ പഠിക്കാനും ചോദിക്കാനുമാണ് ശ്രമിച്ചത്. എന്നാൽ അതിനെ വളച്ചൊടിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മോശമായ വശമാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആരെയും സൈബർ ലോകത്ത് വെച്ച് വിചാരണ ചെയ്യാൻ നമുക്ക് അവകാശമില്ല. മാനസികമായി തകർന്നിരിക്കുന്ന ഹാജരെ പൂർണ്ണമായി പിന്തുണയ്ക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പിന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ ഹാജിറയ്ക്കൊപ്പമാണോ അതോ അൻസാരി ഉസ്താദിനൊപ്പമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.